ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. ഇന്നൊരു ഗൃഹപ്രവേശനമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് ഒരുങ്ങാം. വരും. ഇന്ന് ഞാൻ ഈ സാരി ഉടുക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു ലാവൻഡർ ഷെയ്ഡും മെറൂൺ ബോർഡറും ആയിട്ടുള്ളൊരു സാരിയാണ് ഞാൻ ഉടുക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ സാരി ഉടുത്ത് കഴിഞ്ഞു ഗൈസ്. യെസ്, അങ്ങനെ സാരിയൊക്കെ ഉടുത്ത് മേക്കപ്പ് എന്ന് പറയാൻ ഞാൻ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല കേട്ടോ. ഞാൻ ക്രീമും കാര്യങ്ങളൊന്നും ഇട്ടില്ല. ജസ്റ്റ് ഒരു അലോവേര ജെല്ലൊന്ന് തേക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് മെയിനായിട്ട് കണ്ണെഴുതും, ഐലൈനർ, പിന്നെ ലിപ്സ്റ്റിക്. അതാണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. വേറെ പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്തിട്ടില്ല. ആ ലിപ്സ്റ്റിക്ക് തന്നെ ഇതാക്കിയിട്ട് അത് നേരെ കണ്ണിലേക്ക് ഒന്ന് തേക്കും. അതൊന്ന് ആ ഒരു ഫിനിഷിങ് ലുക്ക് കിട്ടാൻ വേണ്ടി അത്രയേ ഉള്ളൂ. പിന്നെ ഒരു പൊട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ ഗൈസ്? വളരെ സിമ്പിളായിട്ടാണ് ഞാൻ പോകുന്നത്. ഒരുപാട് ആർഭാടമായിട്ടൊന്നും മേക്കപ്പ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഞാനൊക്കെ സെറ്റായി ഗൈസ്. ഇനി ഞങ്ങൾ നടരാജ സർവീസാണ്, ഇവിടെ അടുത്താണ് ഗൃഹപ്രവേശം. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ ഫുഡും കാര്യങ്ങളുമാണ് മെയിനായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത്. കമോൺ, ലെറ്റ്സ് ഗോ. ആൻഡ് അതൊരു കന്നഡ സ്റ്റൈലാണ്. അപ്പോൾ അവിടുത്തെ ഫുഡും കാര്യങ്ങളും ആയിരിക്കും ഞാനിതിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് 6th ക്രോസ് രമേശ് റോഡിലാണ് ഇവരുടെ വീട്. ഇവിടെ ആക്ച്വലി പണ്ട് ഞങ്ങൾ താമസിച്ചിരുന്നായിരുന്നു, ആ ഡെഡ് എൻഡിൽ. ഞാൻ എത്രയോ വർഷം ഇവിടെ താമസിച്ചിരുന്നായിരുന്നു. ഇപ്പോൾ ഇവിടെയാണ് ഇവർ വീട് കെട്ടിയിരിക്കുന്നത്. സോ നമുക്കിനി അങ്ങോട്ട് പോവാം. ആണ് ഇതിൻ്റെ എൻട്രൻസ്. ഇവിടെയാണെങ്കിൽ ഇതാ ലിഫ്റ്റൊക്കെ വെച്ചിട്ടുണ്ട് അവർ. ഇവിടെ ഒരു റൂമുണ്ട്. ഇനി നമ്മൾ മുകളിലേക്ക് പോവാണ്. സോ നമ്മൾ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന്. നമ്മൾ ലിഫ്റ്റിലാണ് പോകുന്നത്. സോ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഓപ്പൺ, ലെറ്റ്സ് ഗോ. കുഞ്ഞോട്ടന് ലിഫ്റ്റ് പേടിയാണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെത്തി. ഇവിടെയാണ് ഹോള്. അപ്പം ഞങ്ങൾ വിചാരിച്ചു അവിടെ ചെന്നപ്പോൾ സത്യനാരായണ പൂജ നടത്തുക. എല്ലാവരും ഞങ്ങളെ നോക്കി ആകെ അയ്യടാന്നായിപ്പോയി. പിന്നെ ഞങ്ങളൊന്നും ആലോചിച്ചില്ല, ശരി എന്ന് പറഞ്ഞിട്ട് നേരെ നമ്മൾ 2nd ഫ്ലോറിലേക്ക് വെച്ച് വിട്ടു. അപ്പോൾ അവിടെ നമ്മൾ കാണാൻ പോകുന്നത് 2 ബെഡ്റൂമാണ് അവിടെ അവർ സെറ്റാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഹോളും കാര്യങ്ങളൊക്കെ കാണാം. ആൻഡ് ഇവിടുന്ന് ഈ ഒരു സ്റ്റെയർസിൽ നിന്നാണ് ഹോളിൽ നിന്ന് വരുന്ന ഒരു ഇത്. ആൻഡ് ഇവിടെ എല്ലാം ഗ്ലാസിൻ്റെ സംഭവമാണ്. ഇതാണ് എൻ്റെ ഹൈലൈറ്റ് കേട്ടോ. ആ ലൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേരെ കാണുന്നത് ഇത് പൂജാമുറിയാണ്. ഇതും ഗ്ലാസിൻ്റെ ഇതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. എല്ലാവരും ഗ്ലാസിൻ്റെ സംഭവമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഈ വുഡും ഈ ഒരു വിൻഡോസൊക്കെ പിന്നെ ഡോറും ഇതൊക്കെ അവർ ടീക്ക് വുഡിലാണ് ചെയ്തതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരെ ബെഡ്റൂമിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു എല്ലാം ഫർണിഷ്ഡാണ്. ഇൻബിൽറ്റ് ആയിട്ടുള്ള ബെഡും കാര്യങ്ങളുമാണ് ചേർന്ന് തന്നെ. ആൻഡ് ദെൻ യു ഹാവ് എ ബാത്റൂം, അതായത് അറ്റാച്ച് ബാത്റൂം. ഇവിടെ വന്നിട്ട് സെയിം അമൗണ്ട് നമ്മൾ കണ്ട് അതേപോലെ ഇപ്പോൾ എല്ലായിടത്തും ഇതാണ് തോന്നിയിട്ടുണ്ട്. യു ഹാവ് എ സ്ലൈഡിങ് തിങ്. 2 പാർട്ടീഷൻ പോലാണ് അവർ ചെയ്തിരിക്കുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മിററാണല്ലോ. പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു ഡ്രസ്സിങ് ഏരിയ പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ഇവിടെ സൈഡിലൊക്കെ റാക്ക് നമുക്ക് എല്ലാ കാര്യങ്ങളും വയ്ക്കാം. ആൻഡ് ഇവിടെ ഒരു സ്ലൈഡിങ് ഡോറുണ്ട്. ഇപ്പോൾ ഫോൺ ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്കത് സ്ലൈഡ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് അതും സ്ലൈഡിങ് ചെയ്യും. ഇപ്പോൾ വരുന്ന എല്ലാം സ്ലൈഡിങ് സംഭവം. കാര്യങ്ങളൊക്കെ വളരെ സൂപ്പറായിട്ടുണ്ട്. എല്ലാം യൂണീക്കായിട്ടാണ്. ഹൈലൈറ്റ് പാർട്ടി ബാൽക്കണി. എല്ലാ ബെഡ്റൂമിനും ബാൽക്കണി. സാധാരണ ഭയങ്കര വിട്ട് കുറവായിട്ടുള്ള എല്ലാം നല്ല രസം. സോ ഞാൻ പറഞ്ഞില്ലേ, ഈ റോഡിലാണ് ഞാൻ പണ്ട് തൊട്ട് എൻ്റെ സ്കൂൾ ഡേയ്സിലൊക്കെ താമസിച്ചിരുന്നത്. ഉള്ളൊരു റോഡിലാണ്, ഡെഡ് എൻഡിലാണ് ഞാൻ താമസിച്ചത്. എൻ്റെ കോളേജും ഇതൊക്കെ ഇവിടെ നിന്നാണ്. പിന്നീടാണ് എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ഇതിപ്പോൾ എത്ര ബെഡ്റൂം? ഇതിപ്പോൾ ഒരു മാസ്റ്റർ ബെഡ്റൂം. അതിൻ്റെ ജസ്റ്റ് ആണ് ഈ ബാൽക്കണി. സ്വിച്ച് ഒക്കെ നല്ല രസമുണ്ട്. സോ ഓവറോൾ ഈ ഒരു മാസ്റ്റർ ബെഡ്റൂം സൂപ്പർ. നല്ല ഗ്ലാസ് വർക്കും അതിന് ചേർന്ന് ഈ ബാൽക്കണി. സോ സ്പേഷ്യസ് അല്ലേ? ഇത് എന്തിൻ്റെ ഇതാ? നല്ല ഇൻറ്റീരിയേഴ്സ് ആട്ടോ അവർ ചെയ്തിരിക്കുന്നത്. അവിടെ ഉണ്ട്. ഫോക്കസ് ചെയ്യാനുള്ള കാരണം നാച്ചുറൽ ലൈറ്റ് കിട്ടാനുള്ളതാണ്. ടി വി വേണമെങ്കിൽ വെക്കാം അല്ലേ ബെഡ്റൂമിൽ? അടിപൊളി.
താഴെയാണ് സത്യനാരായണ പൂജ നടന്നുകൊണ്ടിരിക്കുക. സോ അതുകൊണ്ട് ഞങ്ങൾ പോയിട്ട് സൈഡിൽ 2 സ്റ്റീൽ പോലത്തെ സംഭവം വെച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് ഫോർ ഐ തിങ്ക് സോ ഷോ പീസൊക്കെ വെക്കാനുള്ളതാണ്. ആൻഡ് ഇതും ജസ്റ്റ് റെപ്ലിക്ക ആണ്, ബട്ട് അതിൻ്റെ അത്രയും വലുതല്ല, കുറച്ച് ചെറുത്. അപ്പം ഇതിൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നല്ല രസമുണ്ട്. സെയിം ഇതേപോലെ തന്നെ അറ്റാച്ച് ബാത്റൂം ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഹാവിങ് ദ സെയിം ആ ഒരു ഡ്രസ്സിങ് ഏരിയ ആൻഡ് ആ സ്ലൈഡിങ് പാർട്ട് അതെല്ലാം സെയിം അതേപോലെ തന്നെ. ഇവിടെയും ഈ ബാത്റൂമിൻ്റെ ടൈൽസും ഒക്കെ നല്ല രസമുണ്ട്, സംതിങ് യൂണിക്. ഞാൻ ഇവിടെ അഴുക്ക് പറ്റിയ അത്രയൊന്നും അറിയത്തില്ല. പിന്നെ നമുക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. അവിടെ വന്നിട്ട് യു ഹാവ് 1 more ബെഡ്റൂം. അതെനിക്ക് സംഭവമാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് നേരെ നമ്മൾ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. അടുത്ത് നേരെ പിന്നെ അത് ടെറസിലേക്കാണ്. ഓവറോൾ എത്ര ഉണ്ടെന്നാ പറഞ്ഞ ചേട്ടാ ബെഡ്റൂം? കണ്ടിട്ടും മതിയാവും. 4 floors. ഓക്കെ, 3 bedroom. Okay, this is spacious. This is one more bedroom? Yes. Okay. This is your bedroom? No, the other one. Okay. ആ കുട്ടിയാണ് ഈ വീടിൻ്റെ ഉടമസ്ഥൻ. ആൻഡ് നല്ല വാർഡ്രോബ്, നല്ല യുണീക്ക് കളേഴ്സൊക്കെ അവർ ചോസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് എന്തുകൊണ്ട് ടീക്കൂട്ട് കൊണ്ടാണ് ഇവരിത് കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ആൻഡ് എവറി വിൻഡോ ഓൾസോ സോ സൂപ്പർ. ഇതെന്തായിരിക്കും? ഇതെന്തോ ഒരു സംഭവമല്ലോ, ടേബിളാണെന്ന് തോന്നുന്നു അല്ലേ? പോർട്ടബിൾ മൈറ്റ് ബി. സോ ഓൾ അടിപൊളി. ആൻഡ് എവറി ബെഡ്റൂം ഇസ് ഹാവിങ് എ ബാൽക്കണി. അതാണ് ഇതിൻ്റെ ബ്യൂട്ടി. ആൻഡ് ഓൾ ഈ ഗ്ലാസ് കൊണ്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. സൂപ്പർ, അടിപൊളി. ആൻഡ് ഓൾ ദി ഡോർസ് ഇസ് ഗ്ലാസ് ട്രാൻസ്പെറൻറ്റ്. അടിപൊളി. ആൻഡ് ഹിയർ ഓൾസോ യു ഹാവ് എൻ അറ്റാച്ച് ബാത്റൂം. സ്ലൈഡിങ് തിങ് ആണ്. ഇപ്പോൾ വരുന്നതൊക്കെ ഇങ്ങനത്തെ സ്ലൈഡിങ് ആണ്. ആൻഡ് ഹിയർ ഇറ്റ്സ് എ സ്മോൾ bathroom and this color is also super. ഇപ്പം എല്ലാവരും പ്രിഫർ ചെയ്യുന്ന സംവാട്ട് ഗ്രേ ഷെയ്ഡാണ്, അഴുക്ക് പറ്റാതിരിക്കാൻ. അത് അയൺ സ്റ്റാൻഡ് എന്നാണ്. ലൈക്ക് ദിസ്. ഓൾ ദി ഡോർസ് അവിടെ ഒരു ഗ്ലാസ് അവർ വെച്ചിട്ടുണ്ട്, സോ ദാറ്റ് കുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇവിടുന്ന് ഇറ്റ്സ് ദി ബാൽക്കണി. ഇത് റെഡ് ഓക്സൈഡല്ല അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ വ്യൂ. അടിപൊളി. ഇവിടെ ഒരു ഷൂറാക്കാന്ന് തോന്നുന്നു, സംതിങ് ദേ ക്യാൻ സ്റ്റോർ. ആൻഡ് ദെൻ ഹിയർ ഓൾസോ യു ഹാവ് എൻ ബാത്റൂം ഉണ്ട് അല്ലേ? ഗുഡ്. ബാത്റൂം അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ്റെ ഇതൊക്കെ ഓക്കെ, ആ ഒരു യൂട്ടിലിറ്റി സ്പേസ് ആണ്. ഇവിടെ ഒരു കല്ലുണ്ട്. എവ്രിവെയർ ദേ ഹാവ് കെപ്റ്റ് ദിസ് ഗ്ലാസ്. സോ നമുക്ക് നാച്ചുറൽ ലൈറ്റ് കിട്ടാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. Natural sunlight, yeah. There is a aquarium there, and there is Radha Krishna statue also. And we wanted the hall, just in case they build a adjacent house. So we wanted the sunlight to the house, right? So we have one opening here and one opening on top, which hits the garden. Absolutely. So there is enough light. You have a terrace. First floor, yes. So it's so beautiful, and the wall is also somewhat unique. And then ഞാൻ പറഞ്ഞില്ലേ, മോളിൽ നിന്ന് സൺലൈറ്റ് ഡയറക്റ്റ്ലി കിട്ടാനുള്ള ഒരിതാണ്. ഇൻ കേസ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഏതെങ്കിലും ഓപ്പോസിറ്റ് ഒരു വീട് വരുവാണെങ്കിൽ തന്നെ അതൊരു ബാരിയർ ആവില്ല. ഡയറക്റ്റ്ലി ഫ്രം ദ ടോപ്പ് നമുക്ക് സൺലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങി. ഇവിടെ ഇതാണ് പൂജാമുറി. നമ്മൾ ആ മേളിൽ നിന്ന് കണ്ടില്ലേ, ഇങ്ങനെയാണ് പൂജാമുറി ഉള്ളത്. അപ്പോൾ അവിടെ ഒരു സത്യനാരായണ പൂജയൊക്കെ നടക്കും, ഭയങ്കര തിരക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഇത് വന്നിട്ട് കിച്ചൺ ഭാഗമാണ് ദ മെയിൻ. അപ്പോൾ ഇവിടെ തന്നെ ഒരു സ്പെഷ്യലായിട്ട് അവരൊരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ വാഷ്റൂമും ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് ഇപ്പോൾ എല്ലായിടത്തും കാണുന്ന ഓപ്പൺ കിച്ചണാണ്. അതിന് ചേർന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറൊക്കെ ഉണ്ട്. പിന്നെ ഇവരെല്ലാം നല്ല യുണീക്കായിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും. പിന്നെ ഈ ജനൽ കാണുമ്പോൾ എനിക്ക് പഴയ കാലത്ത് ജനൽ പോലൊക്കെ തോന്നുന്നുണ്ട്. ആൻഡ് ഇവിടെ വന്നിട്ട് അവരൊക്കെ അലങ്കരിച്ച് വെച്ചിരിക്കുക കേട്ടോ. ഞാനിത് ഫസ്റ്റ് ടൈമാണ്. സാധാരണ നമ്മളിപ്പോൾ ഒരു ഗൃഹപ്രവേശത്തിന് പോകുമ്പോൾ ഇങ്ങനെയൊന്നും ഞാൻ കാണാറില്ല. അവരെല്ലാം ഇതുപോലെ ബൊമ്മകളൊക്കെ വെച്ചിട്ട് അലങ്കരിച്ച്. അപ്പോൾ ഇത് വന്നിട്ട് അവരുടെ വർക്ക് ഏരിയ പോലെയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് വാഷ് ബേസിനും ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ കഴുകാനുണ്ടെങ്കിൽ ഇവിടെ തന്നെ ചെയ്തിട്ട് പിന്നെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു റാക്കും ഉണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ കിച്ചന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നല്ല കളറുമാണ് അവർ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ അവിടുന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇതൊരു ഡൈനിങ് ഏരിയ ആണ് അവർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അവിടുത്തെ ഇതും ആ ഗ്ലാസ് സെയിം നമ്മൾ ആ മുകളിൽ കണ്ട അതേപോലത്തെ തന്നെയാണ്. ഇവിടെ ഇവർ കുറച്ച് ഇതൊക്കെയോ കളമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്, അതും നല്ല രസമുണ്ട്. ആൻഡ് ഈ ലൈറ്റിങ്ങും കാര്യങ്ങളും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മളിപ്പം
ചില വിൻറ്റേജ് ആ ഒരു രീതിയിലൊക്കെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടുന്ന് ഒരു വിൻഡോസൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നത് എല്ലായിടത്തും ചൻപട്നയുടെ ഒരു ടോയ്സൊക്കെയാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എത്ര സമയമെടുത്ത് കാണും. പിന്നെ ഇത് വന്നിട്ടാണ് ഹാളും നല്ല രസമുണ്ട് അതിൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളും. ഇവിടെ ഇവരുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ സത്യനാരായണ പൂജ കണ്ടക്ട് ചെയ്യും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എവറി ഫാമിലി ഡസ് ദാറ്റ്. അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു ബ്രൈഡ് ആ ഒരു രീതിയിലാണ് അവർ ഒരുങ്ങി നിൽക്കുന്നത്. അത് നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് ദെൻ ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ് ഇതിൻ്റെ ഡോറിൻ്റെ ഈ ഒരു ഹാൻഡിലാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് വെരി സ്ട്രോങ് ആൻഡ് നല്ല ബ്യൂട്ടിഫുള്ളായിരുന്നു. പിന്നെ അവരെല്ലാവരും പിന്നെ ഓരോന്ന് ആൾക്കാരൊക്കെ വന്നിട്ട് ആരതി എടുക്കുക, അതൊക്കെയാണ്. പൂജയാണ് ഇവിടെ മെയിനായിട്ടുള്ളൊരു കോൺസെപ്റ്റ്. പിന്നെ ഇവിടെ ഹാൾ എനിക്ക് കൂടുതലായിട്ട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ നേരെ നമ്മൾ മുകളിൽ നിന്ന് കണ്ടില്ലേ, ആ ലൈറ്റ് വരുന്നത് ഈ ഒരു സെറ്റപ്പിലേക്കാണ്. ആൻഡ് ദർ ഇസ് എ രാധാകൃഷ്ണ ഐഡൽ. അതും ബ്യൂട്ടിഫുള്ളായിരുന്നു ഈ ഒരു പ്ലേസ്. എന്നിട്ട് നമുക്ക് അവർ പ്രസാദമൊക്കെ തരും. ആൻഡ് ദെൻ നമ്മൾ പോകുന്നത് നേരെ ഫുഡ് ഏരിയയിലേക്കാണ്. അപ്പോൾ അവിടെ വന്നിട്ട് സ്പേസ് കുറച്ച് കുറവാണ് ഫുഡിൻ്റെ. അത്രയും ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഒരു ഇത് ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു. ബട്ട് നോ വറീസ്. ഇനി നമുക്ക് ഫുഡിൻ്റെ സെക്ഷനിലേക്ക് കയറാം. നിങ്ങളും ഇമ്പോർട്ടൻറ്റ്. അപ്പം ഇവിടുത്തെ സ്റ്റൈൽ ഫുഡ് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ വന്നിട്ട് സദ്യ വന്നിട്ട് നമ്മുടെ ഫസ്റ്റ് അവർ സ്വീറ്റാണ് വിളമ്പുന്നത്. അതൊരു കേസരി പാത്ത്, അതിനകത്ത് പൈനാപ്പിളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളൊരു നല്ല സ്വീറ്റാണ്. പിന്നെ ഉപ്പ് വിളമ്പും, അച്ചാർ, അതേമാതിരി കോസമ്പരി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് ഈ ഉഴുന്നൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് ക്യാരറ്റൊക്കെ ഇട്ടിട്ടൊക്കെ ഉള്ള നല്ല ടേസ്റ്റാണത്. പിന്നെ വന്നിട്ട് നമ്മുടെ ചെറുപയറുണ്ടായിരുന്നു, കടലയുണ്ട്, അതും പിന്നെ സ്വീറ്റായിട്ട് വീണ്ടും നമുക്ക് ജാമുൻ തന്നു. പിന്നെ ഒരു കബാബ് പോലെ നമ്മൾ ചിക്കനാണെന്ന് വിചാരിച്ചു, പക്ഷേ അത് കബാബല്ല, അത് ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു സംഭവം. പിന്നെ വന്നിട്ട് ഇത് മെയിനായിട്ടുള്ള സംഭവം ഒബട്ടും. പിന്നെ അതിന് ഒരു നെയ്യൊക്കെ ഒഴിക്കും. പിന്നെ പൂരിയാണ് അവർ വിളമ്പുന്നത്. പൂരിയുടെ കൂടെ ഏതെങ്കിലും ഒരു കറി ഉണ്ടാവും. ചന്ന കറിയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ദേ വിൽ പ്രൊവൈഡേഴ്സ് മറ്റേ പലാവില്ലേ, വെജിറ്റബിൾ പുലാവും പിന്നെ സാലഡ് ഉണ്ടാവും അതിൻ്റെ കൂടെ. അതേപോലെ തന്നെ ലാസ്റ്റാണ് ഒരു നമ്മുടെ സദ്യ പോലെ ചോറും പിന്നെ സാമ്പാറും. നല്ല ടേസ്റ്റായിരുന്നു. ഈ ഒരു ടിഫിൻ ബോക്സ് ആണ് തന്നിരിക്കുന്നത്. നൈസ്. ഇത് കുഞ്ഞൻ എന്തായാലും ഒരു ടിഫിൻ ബോക്സ് ന്യൂ ഉണ്ടായി. എന്നാ കുഞ്ഞ ടേക്ക്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ പണ്ടത്തെ വീട്. ഇവിടെയാണ് ഞങ്ങൾ താമസിച്ചത്. അമ്മയൊക്കെ താമസിച്ച വീട് ഇവിടെയാണ്. കാണിച്ചു തരാം. ഇത് ഈ കാണുന്ന വീടാണ് നമ്മൾ താമസിച്ച വീട്. പണ്ട് ഞാനും അമ്മൂമ്മയും ഹരിയപ്പൂപ്പനും ഒക്കെ അമ്മ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒക്കെ ഇവിടെയാണ് താമസിച്ചിരുന്നത്. ഈ വീട് ഈ റോഡിലാണ് അവരുടെ ഗൃഹപ്രവേശം. സോ ഞങ്ങൾ ഗൃഹപ്രവേശവും അതെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അവൻ്റെ ഫ്രണ്ട് ജെറിക്കോ ഉണ്ടായിരുന്നു. അപ്പോൾ ഊണിൻ്റെ ഭാഗത്ത് ഭയങ്കര തിരക്കായിരുന്നു ഗൈസ്. എങ്ങനെയൊക്കെയോ ഞങ്ങൾ കഴിച്ചു. ഞാനും കുഞ്ഞനും ഒരിലയ്ക്കകത്താണ് കഴിച്ചത്. അപ്പോൾ വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ.